കർക്കിടകം 24, 25 തീയതികളിൽ, അതായത് ഓഗസ്റ്റ് 9, 10 എന്നീ ദിവസങ്ങളിൽ രാജയോഗത്തിന്റെ മഹാഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന 9 നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ സൂര്യൻ കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് കടക്കാൻ നിൽക്കുന്ന ഈ ഒരു അവസാന ഘട്ടത്തിൽ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഈ 2 ദിവസങ്ങളിൽ ചിലരുടെ ജീവിതത്തിലേക്ക് അളവറ്റ സമ്പത്തും വരും. കാലങ്ങളായി അനുഭവിച്ച സങ്കടങ്ങളും പട്ടിണിയുമെല്ലാം മാറിമറിയും. ജീവിതത്തിൽ എല്ലാവർക്കും ഭാഗ്യം ഒരുപോലെ വരില്ല. എത്രയൊക്കെ അധ്വാനിച്ചാലും കരഞ്ഞു പ്രാർത്ഥിച്ചാലും ചില സമയങ്ങളിൽ കഷ്ടപ്പാടല്ലാതെ മറ്റൊന്നും കിട്ടില്ല. അത് നമ്മളുടെ സമയം ശരിയില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ സമയവും ദൈവാനുഗ്രഹവും ഒത്തുവരുമ്പോൾ നമ്മൾ പോലും അറിയാതെ ജീവിതം മാറിമറിയും. തലവര തെളിയുന്ന ആ നിമിഷം കൊണ്ട് നമ്മൾ രാജാവിനെപ്പോലെ ജീവിക്കും. അപ്രതീക്ഷിതമായി കൈകളിൽ വന്നുചേരുന്ന ധനലാഭം, ഭാഗ്യപരീക്ഷണങ്ങളിലെ വിജയം, കടങ്ങൾ വീട്ടാനുള്ള വഴി, സന്തോഷങ്ങൾ എന്നിവയെല്ലാം ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത്ര വലിയ ഒരു യോഗമാണ് ഈ 9 നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഈ 9 നക്ഷത്രങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ രക്ഷയാണ്. കാരണം അത്ര വലിയ ഒരു ദൈവാനുഗ്രഹമാണ് നിങ്ങളുടെ വീടുകളിലേക്ക് വരാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചും നിങ്ങളുടെ ഭാഗ്യസംഖ്യകളെക്കുറിച്ചും ആ ഭാഗ്യം ഇരട്ടിയാക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഇതിൽ ഒന്നാമതായി വരുന്നത് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയാണ്. സാമ്പത്തികമായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ച് കരഞ്ഞു മടുത്ത് എന്നെങ്കിലും ഒരു നല്ല കാലം വരും എന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് പല അശ്വതി നക്ഷത്രക്കാരും. നിങ്ങളുടെ ആ കണ്ണീരും വിഷമങ്ങളുമെല്ലാം മാറാനുള്ള ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന എല്ലാ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും മാറാൻ പോവുകയാണ് എന്നാണ് ജ്യോതിഷപ്രകാരം കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യം വന്നെത്താൻ പോകുന്ന ആളുകൾക്ക് സാധാരണയായി ചില പ്രത്യേക അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകാറുണ്ട്. അതായത് ഈ ദിവസത്തിന് തൊട്ടുമുൻപുള്ള ദിവസമോ അല്ലെങ്കിൽ അന്നേ ദിവസം രാവിലെയോ ആയിട്ട് നിങ്ങൾക്ക് വളരെ കാലമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഫോൺ സന്ദേശം വരികയോ അല്ലെങ്കിൽ വളരെ നല്ല ഒരു വാർത്ത നിങ്ങളുടെ കാതുകളിൽ വന്നു പതിക്കുകയോ ചെയ്യുന്നത് വലിയൊരു ഭാഗ്യത്തിന്റെ സൂചനയാണ്. അതുമാത്രമല്ല, ഈ ദിവസങ്ങളിൽ രാവിലെ നിങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും വലിയൊരു പ്രത്യാശയും നിറയുകയും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ വന്ദിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിൽ തോന്നുകയുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന നല്ലൊരു സൂചന തന്നെയാണ്. ഇനി ഈ ഭാഗ്യദേവതയുടെ കടാക്ഷവുമായി ബന്ധപ്പെട്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 7, 16, 25 എന്നീ അക്കങ്ങളാണ്. അതുപോലെ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ പുണ്യദിവസങ്ങളിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കി മാറ്റും. അന്നേ ദിവസം നിങ്ങൾ ഇളം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യം കൊണ്ടുവരും. ഇനി ഈ പറയുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഭാഗ്യം ലഭിക്കാൻ യോഗമുള്ള രണ്ടാമത്തെ കൂട്ടർ മകയിരം നക്ഷത്രക്കാരാണ്. ഇന്ന് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ മകയിരം നക്ഷത്രക്കാരായ പ്രിയപ്പെട്ട ചില ആളുകൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ നെഞ്ചിടിപ്പും സങ്കടവും നൽകുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. കയ്യിൽ അല്പം പണമില്ലാത്തതിന്റെ പേരിൽ മാത്രം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അവഗണനകളും നെഞ്ചുപൊട്ടുന്ന ഒറ്റപ്പെടുത്തലുകളും ചില്ലറയല്ല. ഇപ്പോഴും നിങ്ങളുടെ ഉറക്കം കളയുന്നതും ശ്വാസം മുട്ടിക്കുന്നതും കടബാധ്യതകൾ തന്നെയാണ് എന്നെനിക്കറിയാം. എന്നാൽ അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായി ഒരുപാട് തകർന്നു നിൽക്കുന്ന ഏതൊക്കെയോ മകയിരം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ഒരു വലിയ തണലായി എത്തുവാൻ പോകുന്നത്. മകയിരം നക്ഷത്രക്കാർ ഈ ദിവസങ്ങൾക്ക് മുൻപുള്ള സമയങ്ങളിൽ തെളിഞ്ഞ ജലവും ക്ഷേത്രവും കൊളുത്തിവെച്ച നിലവിളക്കുമൊക്കെ സ്വപ്നം കാണുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഭാഗ്യത്തിന്റെ അടയാളമായി കരുതാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന പഴയ പല തടസ്സങ്ങളും പതുക്കെ മാറിപ്പോകുന്നതായി അനുഭവപ്പെടുകയും മനസ്സിൽ വല്ലാത്തൊരു ആത്മവിശ്വാസം വന്നു നിറയുകയും ചെയ്യുകയാണെങ്കിൽ അതും വലിയൊരു സൗഭാഗ്യത്തിന്റെ നല്ല തുടക്കം തന്നെയാണ്. ഈ ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട് മകയിരം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 12, 21 എന്നീ സംഖ്യകളാണ്. മലയാള മാസഗണന അനുസരിച്ച് ഓഗസ്റ്റ് 9, 10 എന്നീ തീയതികൾ കർക്കിടകം 24, 25 ദിവസങ്ങളിലാണ് വരുന്നത്. ജ്യോതിഷപരമായി നോക്കിയാൽ സൂര്യഭഗവാൻ കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് കടക്കാനൊരുങ്ങുന്ന ഈ പ്രത്യേക സമയത്ത്, അതായത് ഓഗസ്റ്റ് 9 തീയതി വൈകുന്നേരമോ ഓഗസ്റ്റ് 10 തീയതി രാവിലെയോ മകയിരം നക്ഷത്രക്കാർ ഒരു ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് മനമുരുകി പ്രാർത്ഥിച്ചാൽ നിങ്ങളിലേക്ക് കൂടുതൽ ഭാഗ്യങ്ങൾ വന്നുചേരും. അതിനൊപ്പം തന്നെ ഓഗസ്റ്റ് 10 തീയതി മകയിരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ കറുപ്പു നിറമുള്ള വസ്ത്രം ഇടുന്നത് വളരെ നല്ലതാണ്.
ഇനി അടുത്തതായി ഈ ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം തേടിയെത്താൻ പോകുന്ന മൂന്നാമത്തെ നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാർ ജീവിതത്തിൽ അനുഭവിച്ചത്ര കഷ്ടപ്പാടുകളും കണ്ണീരും വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാകില്ല എന്നതാണ് സത്യം. കയ്യിൽ കാശില്ലാത്ത അവസ്ഥ മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിലുണ്ടായ സങ്കടങ്ങൾ, കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ എപ്പോഴും സങ്കടവും ദുരിതവും മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുള്ളത്. എന്നെങ്കിലും ഒരു നല്ല കാലം വരുമോ എന്ന് നിരാശയോടെയും സങ്കടത്തോടെയും വിചാരിച്ച് ജീവിക്കുന്ന ചില പുണർദം നക്ഷത്രക്കാർക്കാണ് ഈ വലിയ ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വഴിയിൽ കിടന്ന് ഏതെങ്കിലും നാണയം കിട്ടുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്നിരുന്ന ചെറിയ തുകകൾ അപ്രതീക്ഷിതമായി കയ്യിൽ വന്നു ചേരുകയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരാൻ പോകുന്ന വലിയ യോഗത്തിന്റെ ലക്ഷണമാണ്. അതുമാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്നൊരു ആത്മവിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ഭാഗ്യം നിങ്ങളെ തേടിവരുന്നു എന്നതിന്റെ അടയാളമാണത്. ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട് പുണർദം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകൾ 5, 14, 23 എന്നിവയാണ്. അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാർ ഓഗസ്റ്റ് 10-ാം തീയതി പച്ചനിറമുള്ള വസ്ത്രം ധരിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വന്ദിക്കുകയും ചെയ്താൽ വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിയും. ഇനി നാലാമതായി ലോട്ടറി ഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത കോടീശ്വര യോഗം തന്നെ തേടിയെത്താൻ പോകുന്ന ആ നാലാമത്തെ നക്ഷത്രക്കാർ. നമ്മുടെ കുടുംബത്തിൽ മകം നക്ഷത്രത്തിൽ ജനിച്ച ഒരൊറ്റ ആളെങ്കിലുമുണ്ടെങ്കിൽ വരുന്ന ഓഗസ്റ്റ് 9, 10 എന്നീ തീയതികളെന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ വലിയ ഐശ്വര്യവും സമ്പത്തും വന്നു നിറയുന്ന നല്ല ദിവസങ്ങളാണ്. ഇപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്ന മകം നക്ഷത്രക്കാർ വലിയ സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയും നെഞ്ചു തകരുന്ന സങ്കടങ്ങളിലൂടെയുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. പണമിടപാടുകളിൽ സംഭവിച്ച ചില വലിയ അബദ്ധങ്ങൾ കാരണം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഇതിൽ നിന്നൊക്കെ എങ്ങനെ കരകയറുമെന്നോർത്ത് മനസ്സ് തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളെന്നെനിക്ക് നന്നായി അറിയാം. എന്നാൽ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലായാലും ഈ വരാൻ പോകുന്ന വലിയ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിന്റെ തലവര തന്നെ മാറ്റിമറിക്കും. വരുന്ന ഓഗസ്റ്റ് 9, 10 തീയതികളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട് മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 1, 10, 19 എന്നീ സംഖ്യകളാണ്. നിങ്ങളെ തേടിയെത്തുന്ന ഈ വലിയ ഭാഗ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമയത്ത് മകം നക്ഷത്രക്കാരുടെ മനസ്സിൽ വലിയൊരു ആത്മവിശ്വാസവും ഈശ്വരഭക്തിയും വന്നു നിറയുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ജീവിതത്തിൽ കേൾക്കാൻ കൊതിച്ച നല്ലൊരു സന്തോഷവാർത്ത ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കാതുകളിലേക്കെത്തിയെങ്കിൽ അത് ഓഗസ്റ്റ് 9, 10 തീയതികളിൽ വരാൻ പോകുന്ന മഹാഭാഗ്യത്തിന്റെ ഉറപ്പുള്ള തെളിവ് തന്നെയാണ്. നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഈ ഭാഗ്യത്തിന്റെ ബലം കൂട്ടാനായി മകം നക്ഷത്രക്കാർ ഓഗസ്റ്റ് 9, 10 തീയതികളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി അമ്മയുടെ മുന്നിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചുവപ്പുനിറമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഈ വലിയ ലോട്ടറി സൗഭാഗ്യം തേടിയെത്തുന്ന 5ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് നമ്മുടെ ഉത്രം നക്ഷത്രക്കാരാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ഒട്ടനവധി ആളുകൾ ഇപ്പോൾ വലിയ മാനസിക വിഷമങ്ങളിലൂടെയും കണ്ണീരിലൂടെയുമായിരിക്കും മുന്നോട്ടു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ മാത്രമായി നിൽക്കുകയാണ്. എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടാലും അവിടെയെല്ലാം തടസ്സങ്ങളും നിരാശയുമല്ലാതെ സന്തോഷിക്കാൻ പറ്റിയ ഒരു അനുഭവവും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെയെല്ലാം കൊണ്ട് ജീവിതത്തിൽ സങ്കടങ്ങളും ദൗർഭാഗ്യങ്ങളും മാത്രം അനുഭവിച്ച ഉത്രം നക്ഷത്രക്കാരുടെ തലവര തെളിയുന്ന ദിവസങ്ങളാണ് ഈ വരുന്ന ഓഗസ്റ്റ് 9, 10 തീയതികൾ. ഭാഗ്യം തേടിയെത്തുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 9, 10 തീയതികളിൽ പുലരുന്നതു മുതൽ എന്തോ ഒരു നല്ല കാര്യം സ്വന്തം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊരു മായാത്ത ചിന്ത മനസ്സിൽ ഉറച്ചു നിൽക്കും. ഉത്രം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 24, 15 എന്നീ സംഖ്യകളാണ്. ഉത്രം നക്ഷത്രക്കാർ ഓഗസ്റ്റ് 9, 10 തീയതികളിൽ രാവിലെ സൂര്യഭഗവാനെ തൊഴുത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കി മാറ്റും. ഇനി ആറാമതായി ലോട്ടറി സൗഭാഗ്യം തേടിയെത്തുന്ന മഹാഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് നമ്മുടെ ചിത്തിര നക്ഷത്രക്കാരാണ്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച പ്രിയപ്പെട്ടവരെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിൽ ഒത്തിരി വലിയ സ്വപ്നങ്ങൾ പേറി നടക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ കയ്യിൽ പണമില്ലാത്ത കാരണം കൊണ്ട് മാത്രം ആഗ്രഹിച്ച പല കാര്യങ്ങളും കടിച്ചമർത്തി മാറ്റിവെക്കേണ്ടി വന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പലരും ജീവിക്കുന്നത്. ജീവിക്കാൻ തന്നെ വലിയ പ്രയാസമായി മാറി എന്ന് സങ്കടത്തോടെ ചിന്തിക്കുന്ന ഏതൊക്കെയോ ചിത്തിരക്കാർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ ഇനി നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. വരാൻ പോകുന്ന ഓഗസ്റ്റ് 9, 10 എന്നീ തീയതികളിൽ അവിശ്വസനീയമായ ധനഭാഗ്യവും ലോട്ടറി യോഗവും നിങ്ങളെ തേടിയെത്തും. ഇതിനു മുന്നോടിയായി നിങ്ങൾ ഒരുപാട് കാലമായി കാണണം എന്നാഗ്രഹിച്ച ഒരു പ്രിയപ്പെട്ട ആളെ നേരിട്ട് കാണാൻ സാധിക്കും. അതിലൂടെ മനസ്സിൽ വലിയൊരു സന്തോഷവും ഉന്മേഷവും നിറയുന്നത് ഈ നല്ല സമയത്തിന്റെ സൂചനയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഭാഗ്യം തരുന്ന സംഖ്യകൾ 1, 8, 27 എന്നിവയാണ്. ഈ ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി
ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കും. അന്നേ ദിവസം നീലനിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായി നമ്മുടെ അനിഴം നക്ഷത്രക്കാരുടെ കാര്യമാണ് പറയുന്നത്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നല്ല വഴി തുറന്നുകിട്ടിയാൽ മതിയായിരുന്നു എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന അനിഴം നക്ഷത്രക്കാർ ഇപ്പോൾ ഇക്കൂട്ടത്തിലുണ്ടാകും. അത്രയധികം കടബാധ്യതകളും പണത്തിന്റെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് രാത്രി ഉറക്കം പോലുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലൂടെയായിരിക്കും നിങ്ങൾ പോകുന്നത്. എത്ര അധ്വാനിച്ചാലും ഒരു പുരോഗതിയും കാണാതെ നെട്ടോട്ടമോടുന്ന നിങ്ങൾക്ക് ഇനി നല്ല കാലം തുടങ്ങുകയാണ്. നിങ്ങളുടെ വലിയ സാമ്പത്തിക പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകാൻ പോകുന്നുവെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. പകുതി വഴിയിൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും വീണ്ടും ഭംഗിയായി തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയും. അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകൾ 2, 11 എന്നിവയാണ്. ഈ ഓഗസ്റ്റ് 9, 10 തീയതികളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ഇളംനീല വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി അടുത്തതായി ഈ വരുന്ന ഓഗസ്റ്റ് 9-നും 10-നും വലിയൊരു ഭാഗ്യവും നെഞ്ചിലേറ്റിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച എന്റെ കൂടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഭാഗ്യത്തിന്റെ കൂടെ തന്നെ ജീവിതത്തിൽ വഴിമുട്ടി നിന്ന ഇടങ്ങളിൽ നിന്നൊക്കെ പുതിയ പുതിയ അവസരങ്ങൾ കടന്നുവരുന്ന വളരെ നല്ലൊരു സമയം കൂടിയാണിത്. പക്ഷേ കഴിഞ്ഞുപോയ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്ന പല ഉത്രാടം നക്ഷത്രക്കാരുടെയും കണ്ണ് നിറഞ്ഞുപോകും. നെഞ്ചിൽ തീയെരിയുന്ന വേദനകൾ മാത്രമാണ് ഇതുവരെ നിങ്ങൾക്ക് കൂട്ടായി ഉണ്ടായിട്ടുള്ളത്. കടുപ്പമേറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വന്നതുകൊണ്ടും വലിയൊരു സങ്കടക്കടലിൽ തന്നെയാണ് നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു തീർത്തത്. എന്നാൽ ആ കരച്ചിലിനും സങ്കടങ്ങൾക്കുമൊക്കെ വലിയൊരു ആശ്വാസം വരാൻ പോകുകയാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് തിരിച്ചറിയണം. അതുമാത്രമല്ല, ഈ ലോട്ടറി സൗഭാഗ്യം തേടിയെത്താൻ പോകുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ നല്ലതെന്തോ ഒന്ന് ഉടനെ തന്നെ സംഭവിക്കും എന്നൊരു വലിയ പ്രതീക്ഷ മനസ്സിൽ താനേ തെളിഞ്ഞു നിൽക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 4, 13, 22 എന്നീ സംഖ്യകളാണ്. അതോടൊപ്പം തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 9-നും 10-നും ഉത്രാടം നക്ഷത്രക്കാർ ഗണപതി ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ മുന്നിൽ മനമുരുകി പ്രാർത്ഥിക്കുന്നതും ഓറഞ്ച് അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യത്തെ ഇരട്ടിയാക്കി മാറ്റും. ഇനി ഈ വരുന്ന ഓഗസ്റ്റ് 9-നും 10-നും ലോട്ടറി സൗഭാഗ്യം തേടിയെത്താൻ യോഗമുള്ള അവസാനത്തെ നക്ഷത്രക്കാരാണ് പൂരുട്ടാതി നക്ഷത്രക്കാർ. ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്ന എത്രയോ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് തലയ്ക്കുമീതെ നിൽക്കുന്ന കടബാധ്യതകൾ കാരണം രാത്രിയിൽ കണ്ണിന് ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയാണുള്ളത്. ഈ കടങ്ങളൊക്കെ ഒന്നൊഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങളുടെ ആ കണ്ണീരിനും നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനകൾക്കും ഭഗവാൻ മറുപടി നൽകുന്ന പുണ്യദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. മാത്രമല്ല, ഈ വലിയ ഭാഗ്യം വന്നു ചേരുന്നതിന് തൊട്ടുമുമ്പായി പൂരുട്ടാതി നക്ഷത്രക്കാരുടെ മനസ്സിൽ അറിയാത്തൊരു സന്തോഷവും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ സങ്കടങ്ങളും മാറുമെന്നൊരു ഉറച്ച പ്രതീക്ഷയുമുണ്ടായിരിക്കും. ഇനി പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 8, 17, 26 എന്നീ സംഖ്യകളാണ്. ഒപ്പം തന്നെ ഓഗസ്റ്റ് 9-നും 10-നും രാവിലെ തന്നെ പൂരുട്ടാതി നക്ഷത്രക്കാർ ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കും. അന്നേ ദിവസം നിങ്ങളിടാൻ ഏറ്റവും നല്ല വസ്ത്രത്തിന്റെ നിറം ചുവപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ 9 നക്ഷത്രത്തിൽ ജനിച്ചവർക്കും തങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന കോടീശ്വര യോഗം കൊണ്ട് വലിയൊരു ധനവരവുണ്ടാകാൻ പോകുന്ന ദിവസങ്ങളാണ് ഈ ഓഗസ്റ്റ് 9-ഉം 10-ഉം തീയതികൾ. ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അത് പേരുകൾ സഹിതം എഴുതി അറിയിക്കുക. നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ ഉൾപ്പെടുത്താം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.